അത് സെല്ലിംഗ് പ്രൈസ് ഒരു സെയിം വരണത് പറഞ്ഞു. പിന്നെ ആ കേക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്തു. ദെൻ ഐ തിങ്ക് വി ആർ ഇൻ ദാറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 44. സീരീസിന്റെ ക്വസ്റ്റ്യൻ 6, 9, 12, 16, 18. Then that next number is missing. കിട്ടിയ അതിന്റെ ആൻസർ കിട്ടിയിരുന്നോ? 6, 9, 12, 18, 16, 18 and then missing. 6, 9, 12, 16, 18, then missing. ആർക്കെങ്കിലും ആൻസർ കിട്ടിയിരുന്നോ? അത് നമ്മൾ നോർമലി നോക്കുക വെദർ ദാറ്റ് ഗ്രാജുവലി ഇൻക്രീസിങ് ആണോ. ഗ്രാജുവലി ഇൻക്രീസിങ് ആണ്, പക്ഷെ അതിനകത്ത് ഒരു പാറ്റേൺ ഒന്നുമില്ല. ഇവിടെ വരെ 3 കൂടി, പിന്നെ ഇവിടെ 4 കൂടി, ഇവിടെ 2 കൂടി. സോ ദാറ്റ് മീൻസ് 23 ആണോ മാഡം? 23 ആണോ? ആണ്, ഓഫ് കോഴ്സ് ആണ്. സോ ദിസ് ഇസ് എ ട്വിൻ സീരീസ്. നോക്കൂ, ഇങ്ങനെ നോക്കൂ, ട്വിൻ സീരീസ്, 2 സീരീസ് മിക്സപ്പ് ആണ്. 9, 16, then അടുത്തത് 6, 12, 18. അപ്പൊ അടുത്ത് വരെ 9 16ലേക്ക് 7, then the next will be +7, പിന്നെ അടുത്തത് 20. അപ്പൊ അടുത്ത നമ്പർ വരിക 23, പിന്നെ 24. പറഞ്ഞേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. ചില സ്ഥലത്ത് അവർ 2 ഫില്ലിംഗ് ഇട്ട് തരും. അപ്പൊ ഉറപ്പായിട്ടും അതൊരു നമുക്ക് നോക്കാം, അതൊരു ട്വിൻ സീരീസ്. ട്വിൻ സീരീസ് പറഞ്ഞാൽ 2 സീരീസിനെ കമ്പൈൻ ചെയ്തൊക്കെ അവര് 6ന്റെ 2, 12, 6, 3യുടെ 6ന്റെ മൾട്ടിപ്പിൾസ് എഴുതി പോയിക്കണു. അതോടൊപ്പം തന്നെ 6, 9 എഴുതി, 12 എഴുതി, 16, 18, then ലാസ്റ്റ് വിട്ടു കളഞ്ഞു 6ന്റെ 12, then 18. ഇതൊരു പാറ്റേണിൽ ഇങ്ങനെ പോവാ. അവിടെ ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ ഇവിടെ 24 വന്നേനെ. 9 16 ആവുമ്പോൾ +7, then 16 + 7 is 23. ഓപ്ഷൻ നമ്മളുടെ കയ്യിലുണ്ട്. That is exactly fits into that. So സീരീസ് കിട്ടുമ്പോൾ നോക്കുക വെദർ ഇറ്റ് ഈസ് എ ഗ്രാജുവലി ഇൻക്രീസിങ് സീരീസ് ആണോ. സോ അതിനകത്ത് ഒരു അഡീഷൻ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ ഇതിൽ അഡീഷൻ ഉണ്ട്, ബട്ട് ദാറ്റ് പാറ്റേൺ ഡസന്റ് അഗ്രി. സോ ലുക്ക് വെദർ ഇറ്റ് ഈസ് എ ട്വിൻ സീരീസ്. ഓൾട്ടർനേറ്റ് ടേംസിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. സോ 2 series have been combined together. Series allowed ആണ്. These types of series are there. Twin, TWIN, twin series എന്ന് പറയുന്നത്. ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്ലിയർ ആയോ? ആരെങ്കിലും എന്തോ പറഞ്ഞു തോന്നിയാരോ? ഒരാൾ ക്ലിയർ ആയി പറഞ്ഞു, അത് ഞാൻ കേട്ടു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞാൽ ക്ലിയർ ആയി വെച്ചാൽ നമുക്ക് വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 45th ക്വസ്റ്റ്യൻ. ഇതൊരു ടിപ്പിക്കൽ ചെറിയൊരു പെർസെൻറ്റേജിന്റെ ക്വസ്റ്റ്യൻ. ദർ ഇസ് നത്തിങ് ടു എക്സ്പ്ലെയിൻ. ആ കൺസെപ്റ്റ് വെറുതെ അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഒരാളുടെ സാലറിയിൽ 5% ഇൻക്രീസ് വന്നപ്പോൾ ഇൻക്രീസ് കിട്ടിക്കുന്നത് 115 rupees ആണ്. He got an increase of 115 rupees when there is a 5% increase on the basic salary. So they asked for the salary. കിട്ടുന്ന ആൻസർ പറഞ്ഞു. സാലറിയുടെ മേലുള്ള 5%. അപ്പൊ ഇതിനെ നമ്മൾ പറയാ 5% ഇൻക്രീസ് ടു എ വാല്യൂ ഇസ് ഓൾവേസ് 105 into 100. വേണ്ട, സാലറിയുടെ ഇൻക്രീസ് തന്നിട്ടില്ലല്ലോ, ഓൺലി ഇൻക്രീസ് അല്ല തന്നിരിക്കുന്നത്. ഇൻക്രീസ് മാത്രമാണ് തന്നിരിക്കുന്നത്, ഫൈനൽ സാലറി അല്ല തന്നിരിക്കുന്നത്. സാലറിയുടെ 5% ഇൻക്രീസ് വന്നത് 115. ഇൻക്രീസ്ഡ് സാലറി ആണ് തന്നെന്ന് വെച്ചാൽ 105.
സാലറിയുടെ 5% കൂടിയത്, ആ ഇൻക്രീസ് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളൂ. സോ വാട്ട് എവർ ദ സാലറി മേ ബി, അതിന്റെ 5% കൂടിയതാണ് 115. സോ സാലറിയുടെ 5% 115 ആണെങ്കിൽ വാട്ട് ഈസ് ദ സാലറി, ഇതാണ് ചോദിക്കുന്നത്. ഒരു വാല്യൂന്റെ 5% കൂടുക എന്ന് വെച്ചാൽ ആ വാല്യൂന്റെ 105% ആയിരിക്കും. അതായത് സാലറിയുടെ 5%. 5% കുറവെന്ന് പറഞ്ഞാൽ 95%. പക്ഷെ ഇവിടെ അവർ തന്നിക്കുന്ന ഇൻക്രീസ് മാത്രമാണ്. 115 രൂപ ഇൻക്രീസ് വന്നു എന്ന് പറഞ്ഞത്. സോ സാലറി വിൽ ബി 115 into 100 divided by 5. 2,300. So a typical percentage question, you can rate it to an average question. അതല്ലാതെ ഇതിനെ റിപ്പീറ്റ് ചെയ്യാമോ? ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. യെസ് യെസ്. ഒരാളുടെ സാലറിയിൽ 5% കൂടിയപ്പോ അയാളുടെ മാസ ശമ്പളം 115 രൂപ കൂടി. ക്ഷാമബത്ത എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നോട്ടെ, ദാറ്റ് ഇസ് എ ബേസിക് സാലറിയിൽ വരുന്ന ഇൻക്രീസ് ആണ്. നമുക്ക് അല്ലാതെ അതിന്റെ ബൈഫ്രിക്കേഷൻസ് ഒന്നും അറിയില്ല. എത്രയാണ് അയാളുടെ ക്ഷാമബത്താന്നോ അങ്ങനെയുള്ളതൊന്നും ചോദിച്ചിട്ടില്ല. ബേസിക് സാലറിയിൽ 5% ഇൻക്രീസ് കൊടുത്തു. ആ 5% ഇൻക്രീസ് വന്ന ഏരിയ പറഞ്ഞിരിക്കുന്നത് ക്ഷാമബത്ത. ദാറ്റ് സാലറി മേ ഹാവ് സോ മെനി ഡിവിഷൻസ്. സാലറി, ഹൗസ് റെന്റ് ഉണ്ടായിരിക്കാം, ദെൻ കൺവീനിയൻസ്, അങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സിൽ ക്ഷാമബത്തയിലാണ് കൂടിക്കുന്നത്. ആ ഇൻക്രീസ് ഡിയർനെസ് അലവൻസ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് അതിന് ഈ ക്ഷാമബത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ എ ഫാക്ടർ ഇൻ ഹിസ് സാലറി ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ബൈ 5%. ആ 5% ഇൻക്രീസ് വന്നത് അയാളുടെ ശമ്പളത്തില് 115 രൂപ കൂടുതൽ വരുത്തി. അപ്പൊ അയാളുടെ ശമ്പളം എത്രയാന്ന് ചോദിച്ചിരിക്കുന്നത്? ശമ്പളത്തിന്റെ 5% 115. ശമ്പളം കണ്ടൂടെ? 100 രൂപയാണെങ്കിൽ അയാൾക്ക് 5 രൂപ കൂടുതൽ കിട്ടും. 100 രൂപയല്ലല്ലോ, അയാൾക്ക് കൂടിക്കുന്നത് 115 രൂപയല്ലേ. സാലറിയുടെ 5% 115 ആയ പിന്നെ വെറുതെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണുള്ളൂ. ഇൻറ്റു 100. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണ് അർത്ഥം. സോ ക്രോസ് മൾട്ടിപ്ലൈ. ക്ലിയർ ആയോ? സാലറിയിൽ ഒരു ബേസിക് സാലറിയും ബാക്കി ആ ബേസിക് സാലറി എന്നുള്ള പെർസെൻറ്റേജ് ഉണ്ടാവും. അപ്പോൾ ഒരാൾക്ക് ബേസിക് സാലറി 2000 രൂപയാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് അതിന്റെ 10% ഹൗസ് റെന്റ് കൊടുക്കുന്നുണ്ടാവും. ദെൻ 5% they may be given you as a so many factors ഉണ്ടായിരിക്കാം. കൺവെയൻസ് കിട്ടുന്നുണ്ടാവും, പെട്രോൾ എക്സ്പെൻസ് ആയിരിക്കാം. അത് നമുക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് അവരതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന്. ആ സാലറിയിലെ ഒരു ഫാക്ടറാണ് ക്ഷാമബത്ത. അതിലൊരു 5% ഇൻക്രീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സാലറിയുടെ മേളിൽ കിട്ടുന്നതാണ് ആ ഇൻക്രീസ്. 5% സാലറിയുടെ മുകളിൽ ഇൻക്രീസ് വന്നത്, ഇൻക്രീസ് ചെയ്ത രൂപ 115 ആണെങ്കിൽ അയാളുടെ സാലറി അത്. അപ്പൊ അയാൾക്ക് കിട്ടുന്നത് 2300 അല്ല, 2300 ഈ 115 കൂടി ചേർന്നിട്ടുള്ള വാല്യൂ ആണ്. 2415 രൂപ ഇപ്പൊ അയാൾക്ക് ഇൻക്രീസ് വന്നതിന് ശേഷം കിട്ടും. അടുത്ത ചോദ്യം വായിച്ചു നോക്കൂ. ചോദ്യം ചെയ്യാനൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ടൈം ഈറ്റ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. അതർവൈസ് യു ഷുഡ് നോ ടു ഡു സം. 583 റിലേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. 583 അനലോഗിയാണ്. ഇത് ഈസ് റിലേറ്റഡ് ടു 293 ആസ് 488 ഈസ് റിലേറ്റഡ് ടു ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. What will be the answer? C ആണ് മാം. സിയോ 291. എങ്ങനെ മോളത് റിലേറ്റ് ചെയ്തേ? 291 റിലേറ്റഡ് ടു വരുന്നുണ്ടോ? സെയിം വരുന്നുണ്ടോ? 291 ആണെങ്കിൽ that means it is add ചെയ്തെടുക്കുക 9 17 1 7.
ഇതിലോ 293 എന്തായാലും അത് വരില്ല, 6ലേക്കാണ് ആഡ് ചെയ്യുക. സോ ആഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഈവൻ സബ്ട്രാക്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ദ മൊമെന്റ് യു ടേക്ക് 291, ഈ നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ 7 ആണല്ലോ അവസാനിക്കുക, ഇവിടെ 0 അവസാനിക്കുക. സോ ദാറ്റ് ഡിഫറൻസ് ഡസൻ മാച്ച്. ഇഫ് യു ഗോയിങ് ഫോർ എൻ അഡീഷൻ, 2 നമ്പേഴ്സ് മാത്രം വെറുതെ തന്ന, ദേ ഹാവ് നോട്ട് ഗിവൻ യു എനിത്തിങ്, ഒന്നും തന്നിട്ടില്ല. നമ്പേഴ്സ് എല്ലാം തന്നെ നമുക്കൊരു പരിചയമില്ലാത്ത നമ്പേഴ്സ് പോലെയാണ് നിൽക്കണേ. യൂണിറ്റ് ഡിവിസിബിൾ അങ്ങനെ ഒന്നുമല്ല. സോ അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുക ഇത് തമ്മിലുള്ള വ്യത്യാസമാണെങ്കിൽ, ഇവിടെ 0, 291 ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1ഉം 8ന്റെയും ഡിഫറൻസ് 7ഉം ഇവിടെ 0 ആണ് വരുന്നത്. സോ ഇറ്റ് ഡസൻ മാച്ച്. അഡീഷൻ ആണെങ്കിൽ എടുക്കണമെന്ന് വെച്ചാൽ ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 6ഉം ഇവിടെ 0 ആണ് വരിക. ഈവൻ ദാറ്റ് കേസ് ഇറ്റ് ഡസൻ മാച്ച്. സോ ദാറ്റ് മീൻസ് we can't look for such thing. പക്ഷേ നോക്കി നോക്കൊന്ന്, ഇത് രണ്ടും കൂടി ആഡഡ് അപ്പ് എത്രയാ നോക്കൂ, 6. അങ്ങനെയാണ് ഇവർ ഇവിടെ ഇട്ടിരിക്കുന്നത്. 388 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അതാണ് രണ്ടിന്റെയും കൂടെ സം 876 ആക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ആസ്പെക്ട് നോക്കുമ്പോൾ ഒരു വലിയ കാര്യമായിട്ട് അതിന് ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരുപാട് കൺസെപ്റ്റ് ഒന്നും അപ്ലൈ ചെയ്യാനില്ല. മാത്തമാറ്റിക്സിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമുക്ക് ഇടാൻ പറ്റില്ല. ദെൻ വി ഡു നോട്ട് ഹാവ് എനിത്തിങ് ഇൻ കോമൺ വിത്ത് ദറ്റ് നമ്പേഴ്സ് ഓൾസോ. സോ നോർമലി നമ്മൾ പോവുക വെദർ ദ ഡിഫറൻസ് ആൻഡ് സം ഈസ് സെയിം നോക്കും. ഡിഫറൻസ് അത് ഓരോന്നും നോക്കേണ്ടി വരും, അതാണ് പ്രശ്നം വരിക. സോ ഇവിടെ അവർ എടുത്തിരിക്കുന്ന 2 സമ്മിന്റെയും കൂടി സം ഒരു കോൺസ്റ്റന്റ് ആവാനുള്ള വഴിയാണ്. സോ ഈ ക്വസ്റ്റ്യന്റെ ഡിഫിക്കൽട്ടി ലെവൽ കുറവായാലും ടൈം എടുക്കുന്ന കാര്യത്തിൽ ഇത് അത്യാവശ്യം നല്ല സമയം എടുക്കും. അൺലെസ് ആൻഡ് അണ്ടിൽ വി ഹാവ് നോട്ട് ഗോട്ട് ദിസ് കറക്റ്റ് പ്രൊസീജിയർ. എന്താണ് എന്നുള്ളത് വരെ നമ്മളിങ്ങനെ ട്രയൽ ആൻഡ് എറർ ചെയ്തുകൊണ്ടിരിക്കും ഏത് വരുന്നത്. അപ്പൊ അതിനകത്ത് സ്പീഡ് വരുത്താനുള്ള ഒരു വഴി ഇതാണ്. അഡീഷനും സബ്ട്രാക്ഷനും ആണ് നോക്കണേന്ന് വെച്ചാൽ വെറുതെ യൂണിറ്റ് ഡിജിറ്റ് തമ്മിൽ നോക്കിയാൽ മതി. ആഡ് അപ്പ് ആവുമ്പോൾ 6 വരുന്നുണ്ട്, അപ്പൊ അവിടെ 6 കിട്ടാൻ വഴിയുള്ള ഏതാണെന്ന് നോക്കുക. ഓൾറെഡി 8ന്റെ കൂടെ 1 ആയ 9, 7 ആയ 8, then doesn't match. 1 ആയ 7, 8 gives you 6. അതൊരു വളരെ വൈൽഡ് ആയിട്ടുള്ള ചാൻസ്. അങ്ങനെ നമുക്ക് മൈൻഡിനെ ഇതാക്കാൻ കിട്ടണം. When 2 numbers doesn't have anything in no characteristic is clear, we wait. So we should look for the basic operations of mathematics: addition, subtraction, multiplication, division. Where multiplication, division would apply ചെയ്യാൻ കിട്ടില്ല because that number and option doesn't fit anywhere. അടുത്ത ചെയ്യാൻ നോക്കാവുന്ന ഒരു വഴി ഇതിന്റെ ഡിഫറൻസ് നോക്കാം നമുക്ക്. ഇതിന്റെ ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയ എവിടെയും ഡിഫറൻസ് കോൺസ്റ്റന്റ് ആക്കിയാൽ മതി. ഇവിടെ ഡിഫറൻസ് ഓൾറെഡി 0 ആണ്. അപ്പൊ ഇതില് ഡിഫറൻസ് 0 കിട്ടുന്ന നമ്പർ, പക്ഷെ അത് ഡിഫറൻസ് 8 ആണോ 0 കിട്ടുക, പക്ഷെ ഇറ്റ് ഡസന്റ് ഗിവ് അഗെയിൻ വ്യത്യാസമുള്ളൂ. ഇത് 100ന്റെ ഡിഫറൻസും ഇത് 190യുടെ ഡിഫറൻസും ആണ് നിൽക്കുന്നത്. സോ ഡിഫറൻറ്റ് ഡസന്റ് അഗ്രി. സോ യു ഹാവ് ടു ലുക്ക് ഫോർ ദ അഡീഷൻ പാർട്ട്. അഡീഷൻ പാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്പീഡ് വരുത്താനുള്ള വഴി ലുക്ക് ഓൺലി ഫോർ ദ യൂണിറ്റ് ഡിജിറ്റ്. 3ഉം 3ഉം 6ലേക്ക് വരും. അവിടെ 8ന്റെ കൂടെ 6ലേക്ക് വരാനുള്ളത് ഈ 388 മാത്രമാണ്. സോ യു ക്യാൻ ട്രൈ ദാറ്റ് ആൻഡ് സീ ഫസ്റ്റ്. ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയോ? കൺസെപ്റ്റ് ഒന്നുമില്ല അതിനകത്ത്. ഇറ്റ് ഡസന്റ് ഹാവ് എനി കൺസെപ്റ്റ്. Is it clear? Clear, miss. വെറുതെ ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നോക്കുമ്പോ നമ്പേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോഴേ നമുക്ക് ഫുൾ എടുത്ത് നോക്കണമെന്നില്ല. വെറുതെ നമ്മൾ ആ DI നോക്കിയില്ല, ഓൺലി ദ യൂണിറ്റ് ഡിജിറ്റ്, മാച്ച് ഓൺലി ദ യൂണിറ്റ് ഡിജിറ്റ്. വെദർ ഇറ്റ് ഇസ് അഡീഷൻ സബ്ട്രാക്ഷൻ വരുമ്പോഴും യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെയാണ് മാച്ച് ചെയ്ത് വരാൻ നോക്കുക. നെക്സ്റ്റ് ചോദ്യം നോക്കൂ, ഒരു ഡയറക്ഷന്റെ ചോദ്യം. അത് 47th. ഡയറക്ഷനില് all left turnings are anti-clockwise, all right turnings are clockwise. ഒരു പോയിന്റിന് ക്ലോക്ക് എങ്ങനെയാ പോവാന്ന് വെച്ചാൽ അതുപോലെ റൈറ്റ് ടേണിങ്സിനെല്ലാം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിട്ടും ലെഫ്റ്റ് ടേണിങ്സിനെല്ലാം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിട്ടും എടുക്കാം. ഇങ്ങനെ പോണതിനാണ് ക്ലോക്ക് വൈസ് എന്ന് പറയുക. These are all right turnings. ആന്റി ക്ലോക്ക് വൈസ് പറഞ്ഞ ഇങ്ങനെ വരും. ക്ലോക്ക് ഇങ്ങനെ പോവില്ലല്ലോ.
when they have said it is right left, direction പറഞ്ഞിട്ടുണ്ടെങ്കിൽ this is north is to up, south is to down, east is to and west. Your navigation keys പോലെ നിങ്ങൾ വളരെ ഫെമിലിയർ ആയിരിക്കും. up arrow, down arrow and right arrow and right key and left key അതുപോലെ ഇരിക്കും. എന്താ അതിന്റെ ആൻസർ വരിക? വടക്ക്. അതെ വടക്ക് തന്നെ, നോർത്തിലേക്ക് തിരിയല്ലേ. ഇയാളെന്താ ചെയ്യും? എ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ തെക്കോട്ട്, ഇത് എ ആണെങ്കിൽ അപ്പൊ തെക്കോട്ട് മുമ്പ് ഇങ്ങോട്ട് മറിക്കാം, താഴത്തേക്ക് വരും. ഇതാണ് അയാളുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. ദെൻ നീ എവിടേക്ക് അയാൾ ടേൺ ചെയ്തേ? ഇടത്തോട്ട് തിരിഞ്ഞ്. ഇവിടെ ഇടത്തോട്ട് തിരിഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വെക്കും. ഇങ്ങോട്ട് വെച്ചാൽ ക്ലോക്കിന്റെ ആണ്. ഇപ്പുറത്തേക്ക് പോയപ്പോ 1 മീറ്റർ, ഇവിടെ 1 മീറ്റർ. പിന്നീട് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ. ഇവിടെ നിന്ന് റൈറ്റ് ഹാൻഡ് ഇങ്ങടായിരുന്നു, ഇത് ലെഫ്റ്റ് 1 കിലോമീറ്റർ. ഇയാളിപ്പോ പോണ ദിശ, നമ്മൾ എപ്പോഴും ദിശ എടുക്കുക എങ്ങനെയാണ്? ദിസ് ഇസ് സൗത്ത്, നോർത്ത്, ഈസ്റ്റ്. സോ ദാറ്റ് ഇസ് നോർത്ത്, വടക്ക്. അടുത്തതും ഡയറക്ഷന്റെ ചോദ്യമാണ്. ഡയറക്ഷൻ മാത്രമേ പറയുള്ളൂ അതിലും വേറെ ഒന്നും ചെയ്യില്ല. തെക്കല്ലേ മിസ്? ആണല്ലോ, കറക്റ്റ്. ചെയ്യണോ ബോർഡില്? ഒരാൾ ആൻസർ പറഞ്ഞു, എനിക്കറിയില്ല കൂടുതൽ പേർക്ക് കിട്ടിയിട്ടുണ്ടാവാം. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ ചെയ്യാൻ ബോർഡില്. ചെയ്യണോ ബോർഡില്? ബോർഡിൽ ചെയ്യണോ? നിങ്ങൾ വേറൊരാൾ പറയണ്ടോന്നൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. യു ടേക്ക് യുവർ ഓൺ ടൈം. നമ്മളുടെ ക്ലാസ് ഇന്ററാക്ഷൻ ആയിക്കോട്ടെ. ഇത്ര ശബ്ദവും കോലാഹലവും ഒക്കെ ഉണ്ടായാലും എനിക്ക് കുഴപ്പമില്ല. വി ക്യാൻ മാനേജ് ദാറ്റ്. ഒരേ സമയത്ത് 2-3 പേര് അൺമ്യൂട്ട് ചെയ്ത് പറയുമ്പോൾ ശബ്ദം ഉണ്ടാവും, ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ക്ലാസ്സിലൊക്കെ ശബ്ദം എടുക്കില്ലേ? ദാറ്റ് ജസ്റ്റ് മാനേജബിൾ. ഒരാൾ വടക്ക് ദിശയിലേക്ക് 2 കിലോമീറ്റർ നടന്ന ശേഷം, വടക്ക് ദിശ എന്ന് പറഞ്ഞാൽ നമ്മൾ മേളിലേക്ക് കൊടുക്കും 2 കിലോമീറ്റർ. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ്. വലതുവശം തിരിഞ്ഞ് റൈറ്റ് ടേൺ 2 കിലോമീറ്റർ. വലതുവശം എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്. ഇവിടുന്ന് ക്ലോക്ക് പോവുക എങ്ങനെയാണ്? വീണ്ടും വലതുവശം മീൻസ് സെയിം ഡിറക്ഷൻ 3 കിലോമീറ്റേഴ്സ് നടന്നു. അപ്പൊ അയാൾ 3 കിലോമീറ്റേഴ്സ് നടന്നു കഴിഞ്ഞപ്പോ അത് ഇങ്ങോട്ട് വന്നു 3 കിലോമീറ്റേഴ്സ്. ഇപ്പൊ അയാൾ ഏത് ദിശയിലാണ് പോണേന്ന് ചോദിച്ചാൽ, അയാൾ ഏത് ദിശയിലാണ് പോണത്? താഴത്തേക്ക് പോകണ ദിശ സൗത്ത്. അത്രയും നിങ്ങളോട് ചോദിച്ചു. അപ്പൊ അത്ര വരെ ചെയ്താൽ മതി. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇത് എവിടെയൊക്കെ എടുക്കണെന്ന് അറിയാമോ? സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഇൻ സൗത്ത് ഈസ്റ്റ് ആണ് ഇത് ആക്ച്വലി. അത് നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ദിസ് ഇസ് എ സൗത്ത് ഈസ്റ്റ് പൊസിഷൻ. കാരണം വെച്ചാൽ 2 ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയില്ല 1 മീറ്ററും കൂടെ. സോ ദാറ്റ് ഡയറക്ഷൻ കംസ്. If they ask you the question in with respect to the starting point, he is in which direction ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൗത്ത് ഈസ്റ്റ് പറയണം. അത്രയും ചോദിച്ചിട്ടില്ല. അത് ചോദിക്കാം. അത് കുറച്ചും കൂടി ഒരു ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഒന്നും കൂടി ഇംപ്രവൈസ് ചെയ്യണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. With respect to the starting point, this man is where എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഒന്നും ചെയ്യാനൊന്നുമില്ല. അവിടെ ഒരു ഡയറക്ഷൻ വരയ്ക്കുക. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മുകളിലേക്ക് നോർത്ത്, ഇത് സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ചോദിച്ചാൽ ഇതിന്റെ ഇടയിൽ ഈസ്റ്റിന്റെയും സൗത്തിന്റെ ഇടയിൽ വന്ന സൗത്ത് ഈസ്റ്റ്. ആസ് ഓഫ് നൗ നമുക്ക് ആൻസർ ചെയ്യാൻ സൗത്ത് മതി. ആ പോയിന്റ് കൂടി ക്ലിയർ ആയോ? നമ്മളോട് ചോദിച്ചാൽ അത്രേ ഉള്ളൂ. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദിസ് മാൻ ഇസ് ഫേസിങ്? ദിസ് മാൻ ഇസ് ഫേസിങ് സൗത്ത്. വി ആർ ഡയറക്ഷൻ എപ്പോഴും നമ്മൾ എന്തിനോടെങ്കിലും റെസ്പെക്റ്റീവ് ആയിട്ടാ പറയുക. ഇനി ഈ ചോദ്യത്തിൽ അവരോട് with respect to the starting point, where is this man right now എന്ന് ചോദിച്ചാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ
ദിസ് മാൻ ഈസ് സൗത്ത് ഈസ്റ്റിലാണ്. ഓക്കെ, Okay, ma'am. നെക്സ്റ്റ്. അതൊരു സീരീസിന്റെ ചോദ്യം. Diminishing series. It is decreasing in a pattern. ഓപ്ഷൻ സി ആണ്. ആണ് ഓപ്ഷൻ സി ആണ്. 14. Answer 14. Right. 14, right. 20 90, 2 കുറഞ്ഞു, പിന്നെ 3 കുറഞ്ഞ് അവിടെ 14 എഴുതിയ 4 കുറഞ്ഞ് 10 ആയി, 5 കുറഞ്ഞ് 5 ആയി. 20, 19, 17 ഇവിടെ നമുക്ക് വിട്ട് കളഞ്ഞിരിക്കുകയാണ് അവര്. 10 and 5. This is -1, this is -2. ഇവിടെ -3 എഴുതി കൊടുത്താൽ അഗ്രിയബിൾ ആണ്. This is -4 and this is -5. The series gets established. Good question. അടുത്ത ക്വസ്റ്റ്യനിൽ പോവാ. 50th ക്വസ്റ്റ്യൻ. നമ്മളതിൽ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, നമുക്ക് ചെയ്യാനുണ്ട്. കുറച്ചും കൂടെ വേഗത്തിലൊക്കെ ചെയ്ത ഒരുപാട് വേഗത്തിൽ പോയി നിങ്ങൾക്ക് മനസ്സിലാവാണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുകയും കൂടി ചെയ്യണ ഒരു സ്പീഡിൽ പോയാൽ മതി നമുക്ക്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. 50ാമത്തെ ക്വസ്റ്റ്യൻ. Answer option C 1080. Good. സ്ത്രീ പുരുഷ അനുപാതം 4:5 ആണെങ്കിൽ സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ 120 കൂടുതലാണ്. റേഷ്യോ തന്നിരിക്കുന്നത് തെറ്റാ, കുറവാണ് വേണ്ടത്. സ്ത്രീ പുരുഷ അനുപാതം 4:5 ആണെങ്കിൽ ഇത് വുമൻ, ഇത് മാൻ. അതൊന്ന് കറക്റ്റ് ചെയ്തോളൂ. ക്വസ്റ്റ്യനില് 4:5 ആണെങ്കിൽ സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ 120 കുറവ് എന്നാക്കും. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നുകിൽ 4 സ്ത്രീകളാണെങ്കിൽ 5 പുരുഷനല്ലേ, അതല്ലേ ഇതിന്റെ അർത്ഥം. അപ്പൊ സ്ത്രീകളുടെ കൂടുതലല്ലല്ലോ വരിക, കുറവല്ലേ വരിക. ശരിയല്ലേ? അതെ. കറക്ഷൻ ചെയ്തോളൂ. എന്താ വെച്ചാൽ നമ്മൾ കോൺട്രഡിക്ടറി ആവണ്ട. പിന്നീട് നോക്കുമ്പോ ഒരു പോളിംഗ് ബൂത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 4:5 ആണെങ്കിൽ സ്ത്രീകളുടെ എണ്ണം 120 കുറവാണെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ അബ്സ്ട്രാക്ട് കാര്യങ്ങൾ ചെയ്യേണ്ട. എണ്ണം കുറവല്ല, കൂടുതലല്ല, കുറവ്. കറക്റ്റ് ചെയ്യാം. ഇനി ഈ 4:5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടാണ് ഇല്ലേ. 4 വിമൻ ആണെങ്കിൽ 5 മെൻ. 1 പാർട്ട് ആണെങ്കിൽ 1 പാർട്ട് ഈസ് 120. അതാണ് കുറവ് തന്നിരിക്കുന്നത്. 9 പേരുണ്ടെങ്കിൽ 1 ആണ് ഡിഫറൻസ്. 120 ആണ് ഡിഫറൻസ്. എത്രയാ? 1 പാർട്ട്. 4, 5, 9 പാർട്ടാണ് നമുക്കുള്ളത്. 9 പാർട്ട് കറസ്പോണ്ട്സ് ടു 120 into 9,000. ഇത് വെറുതെ നോക്കി എഴുതാനുള്ളത്. ഒന്നും വേറെ ചെയ്യാനില്ല കാര്യമായിട്ട്. You have to just say that it is 1/8. ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഒരു സംഖ്യയുടെ 75%നോട് 75 കൂട്ടിയാൽ കിട്ടിയത് ആ സംഖ്യ തന്നെ. എന്നാൽ സംഖ്യ എത്ര? ഇത് ഒരുപാട് പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. Answer option C 300. കറക്റ്റ് ആണ്. 75% കഴിഞ്ഞ പിന്നെ ആ സംഖ്യയിൽ എത്ര ബാക്കിയുള്ളത്? 25% അല്ലേ ഉള്ളത്? 75% കഴിഞ്ഞ ഒരു സംഖ്യ മുഴുവനാവുക 25 അല്ലേ ഉള്ളത്? 25%. 25% ഈസ് 75. അപ്പൊ 100% എത്രയായിരിക്കും? ലീനിയർ ഇക്വേഷൻ എഴുതി ചെയ്യാം, പക്ഷെ ഇതൊരു വെറുതെ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലീനിയർ ഇക്വേഷൻ എഴുതിയാണെങ്കിൽ 75% ഓഫ് വാല്യൂ പ്ലസ്
75 ഈസ് എക്സ് എന്നാണ് പറയണത്. So 75 is equal to x minus 75x by 100. 100x minus 75x by 100. 75. 25x by 100 is 75. X is equal to 75 into 100 by 25. So that becomes 3. അതല്ലാതെ നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും. 75% കഴിഞ്ഞാൽ ഒരു സംഖ്യയിൽ ബാക്കിയുള്ളത് 25% ഓഫ് എക്സ് ഈസ് 75. 100 ആവാൻ എന്താ ചെയ്യുക? ഇൻറ്റു 4 ചെയ്താൽ മതി. 100% ഓഫ് എക്സ് ഈസ് ഇൻറ്റു 4 ചെയ്താൽ ഇപ്പുറത്തും ഇൻറ്റു 4 ചെയ്യുക. സോ ദാറ്റ് ഇസ് 300. 25% എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രാക്ഷനിൽ നോക്കിയാൽ 1/4 എന്ന് കാണും. 1/4 ഓഫ് എ നമ്പർ ഈസ് 75 ആയാൽ അതിന്റെ മുഴുവനും ആവണമെങ്കിൽ അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക, ആൻസർ മാർക്ക് ചെയ്യുക എന്നാണ് ശരിയായിട്ടുള്ള ഐഡിയൽ വേ വെൻ യു ആർ സ്പെൻഡിങ് സോ മച്ച് ഓഫ് ടൈം ഇൻ ദ ഏർലി മോർണിംഗ്. എവറി മിനിറ്റ് കൗണ്ട് ചെയ്യണ ഒരു ഷെഡ്യൂളിൽ നിന്നാണ് നിങ്ങൾ എല്ലാ ദിവസവും 40 മിനിറ്റ് വീതം ഇരിക്കുന്നത്. ഈവൻ ട്യൂസ്ഡേ നിങ്ങളുടെ അപ്പോൾ അവധി പോയി. അങ്ങനെ വരുന്ന സമയത്ത് when you are putting that much of effort, make the best use of it. അപ്പൊ ഈ ചോദ്യം ഇതല്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ക്ലാസ് എടുത്തില്ലെങ്കിൽ ഈ ചോദ്യം നിങ്ങൾ ചെയ്യും. പക്ഷെ അതിൽ സമയം വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് വഴി. ഒരു സംഖ്യയുടെ 75% കഴിഞ്ഞാൽ അതിൽ ബാക്കിയുള്ളത് 25%. 25% 75 ആയാൽ മുഴുവനും ആവണമെങ്കിൽ അത് ഇൻറ്റു 4 ചെയ്യുക. 100% ആണ് മുഴുവൻ. സോ 75 into 4 കൂടി നമുക്ക് ആൻസർ ആയി. അടുത്ത ചോദ്യം നോക്കൂ. ഇതും എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്. നമ്പർ തന്നിട്ട് വാല്യൂന്റെ റിലേഷൻ തരിക, അത് കഴിഞ്ഞ് വീണ്ടും എണ്ണം കണ്ടുപിടിക്കുക. കിട്ടുന്നില്ലേ? 1 rupee 50 paise 25 paise ഇല്ലാതെ ഇതിന്റെയൊക്കെയാണ് പറയണേ. ഇതിന്റെയൊക്കെ നമ്പറിന്റെ എണ്ണം ഒരു പേഴ്സിൽ ഇല്ല. പൈസകളുടെ അംശബന്ധം, ഇത് നമ്പേഴ്സിന്റെ അംശബന്ധം 7:8:9. 7 1 rupee ഉണ്ട്. ഇനി നമുക്ക് തന്നിക്കണ ആകെ 159 രൂപയുണ്ട്. 50 പൈസകളുടെ എണ്ണം കണ്ടുപിടിക്കുക. ഈ വാല്യൂ നോക്കുക. നമുക്ക് 7 രൂപ 1 rupee ഉണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ ഉണ്ടാവും? 7 രൂപ ഉണ്ടാവും. 8 50 പൈസ ഉണ്ടെങ്കിൽ നമുക്ക് 8/2 4 രൂപയുള്ളൂ. കാരണം ഈ 2 50 പൈസ കൂടിയാലേ 1 രൂപയാവുള്ളൂ. 9 25 പൈസ ഉണ്ടെങ്കിൽ 9/4 രൂപയാവും. റേഷ്യോ മാറി കണ്ടോ? 96. 96. ശരി, നമുക്ക് ചെയ്യാം. ഇനിയിപ്പോ ഇവിടുത്തെ റേഷ്യോ ഇങ്ങനെ റേഷ്യോ എഴുതാൻ പറ്റില്ല. ഈ വാല്യൂന്റെ എഴുതുമ്പോ നമുക്ക് 7 നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ 28, എല്ലാത്തിനെയും 4 കൊണ്ട് 16:9. വാല്യൂ ഓഫ് 1 rupee 50 paise 25 paise is in this ratio. 28x plus 16x plus 9x is equal to എത്ര തന്നിക്കണേ? 159. ആഡ് ചെയ്ത് നോക്കും എത്ര വരിക?
എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോ എത്ര വരിക? 53. 25ഉം 28ഉം 53 വരും അല്ലേ? 53x is equal to 159. X is equal to 159 by 53, 3. നമുക്ക് 50 പൈസ മാത്രമേ അറിയാവുള്ളൂ. 50 പൈസയുടെ 16x rupees ഉണ്ട്. അതായത് 50 പൈസ വി ഹാവ്. നമ്മൾ ഭാഗം കുറച്ച് മാറ്റി കളയാം. താഴേക്ക് നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല. 50 പൈസയുടെ 16x. വാല്യൂ ഓഫ് 50 പൈസ. വാല്യൂ ആണ് നമ്മുടെ റേഷ്യോ കിടക്കുന്നത്. 16 into 3, 48. 48 രൂപയുടെ 50 പൈസ ഉണ്ടെങ്കിൽ എണ്ണ എത്രയായിരിക്കുക? നമ്പർ ഓഫ് 50 പൈസ വിൽ ബി ഡബിൾ. 96. 96 50 പൈസ ഉണ്ടെങ്കിൽ നമുക്ക് 48 രൂപ ഉണ്ടാവുള്ളൂ. ക്ലിയറായോ? നമ്പർ തന്നിട്ട് വാല്യൂയിലേക്ക് റേഷ്യോ ആണ്. വാല്യൂ ആണ് നമുക്ക് തന്നിക്കണെന്ന് വെച്ചാൽ നമ്പറിനെ നമുക്ക് വാല്യൂയിലേക്ക് കൊണ്ടുവരണം. ആ റേഷ്യോന് 25 പൈസയാണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 50 പൈസയാണെങ്കിൽ 2 എത്ര 50 പൈസ ചേർന്നാലാണ് 1 രൂപയാവുക നോക്കുക. ഇനി ചില സ്ഥലത്ത് 2 രൂപയുടെ കോയിൻ വരും കേട്ടോ. അപ്പൊ ഇവിടെ 1 കൊടുത്ത സ്ഥലത്ത് നമുക്ക് ഡബിൾ കൊടുക്കേണ്ടി വരും. 7 2 rupees ഉണ്ടെങ്കിൽ ദാറ്റ് വാല്യൂ വിൽ ബി 14. ക്ലിയർ ആയോ അത്? ഇവിടെ 1 rupee 50 പൈസ 25 പൈസ തരുമ്പോൾ 1 rupee എത്രയാണോ അത്ര തന്നെ വാല്യൂ. അതിന് പകരം 2 rupeesന്റെ ആണെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദ വാല്യൂ ഡബിൾ. 5 rupees ആണെങ്കിൽ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 5. ഇഫ് ഇറ്റ് ഈസ് 10 rupees വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 10. എന്താന്ന് അറിഞ്ഞ് ചെയ്താൽ മതി. അവരെന്താ നമ്മൾക്ക് തന്നേക്കണേ, എന്താ നമ്മളോട് ചോദിക്കണേ. ഇനി അടുത്ത ചോദ്യം. 2 സംഖ്യകളുടെ തുക 13, അവയുടെ ഗുണനഫലം 40. തുകയുടെ വിൽക്രമം, അവയുടെ തുകയുടെ വിൽക്രമം എത്ര? വിൽക്രമം റെസിപ്രോക്കൽ ആണ്. അത് ക്വസ്റ്റിന്റെ ഫോർമേഷനിൽ ചെറിയൊരു ചോദ്യം മിസ്റ്റേക്ക് ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സംഖ്യകളുടെ തുക a plus b is equal to 13 and ab is equal to 40. So what is the reciprocal? അവയുടെ വിൽക്രമത്തിന്റെ തുക എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അത് ഇവിടെ ചെറിയൊരു തുകയുടെ വിൽക്രമമാണോ വിൽക്രമത്തിന്റെ തുകയാണോ എന്നുള്ളതിൽ ഇവർ ഉദ്ദേശിക്കുന്നത് 1/a plus 1/b കാണാനാണ്. So that means ആ സംഖ്യകളുടെ വിൽക്രമത്തിന്റെ തുകയായിരിക്കും. വിൽക്രമൊക്കെ എനിക്ക് ആൻസർ 13/40 ആണോ? 13/40 ആണ് ആൻസർ. അവർ ചോദ്യത്തില് ചെറിയ ഫോർമേഷനിൽ ചെറിയൊരു തെറ്റുണ്ട് തോന്നുന്നു. അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതാണ്. നോർമലി ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കുക, ഹൗ വിൽ യു ഫൈൻഡ് ദ വിൽക്രമത്തിന്റെ, ആ സംഖ്യകളുടെ വിൽക്രമം എന്ന് പറഞ്ഞ റെസിപ്രോക്കൽ അല്ലേ? ഞാൻ രശ്മിനോട് ചോദിച്ചു പഠിച്ചത് അത്. നമ്മളുടെ കണ്ണൂർ നടത്തുന്ന കുട്ടിയുണ്ട്, ഷീസ് ഇൻ ചാർജ് ഓഫ് ദാറ്റ്. വിൽക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ എന്നാണ്. പക്ഷെ നോർമലി ആ സെന്റൻസിന്റെ ഫോർമേഷൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അവയുടെ തുകയുടെ വിൽക്രമം അല്ല ആക്ച്വലി വേണ്ടത്. തുകയുടെ വിൽക്രമം എന്ന് പറഞ്ഞാൽ നമുക്ക് 1/13 ഇട്ട് കൊടുത്താൽ മതി. അവർ ഉദ്ദേശിക്കണേ വിൽക്രമത്തിന്റെ തുകയായിരിക്കും. ചെറിയ ടൈപ്പോഗ്രാഫിക്കൽ എററൊക്കെ വരുന്നതാണ്. ആക്ച്വലി കാണാനുള്ളത് ഇതാണ്. ഈ ഒരു ചോദ്യം തന്നാൽ കാണാനുള്ളത് ഇങ്ങനെയായിരിക്കും. ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? b plus a by ab. So that is a plus b by ab, which is 13/40. രണ്ട് സംഖ്യകളുടെ തുക 13ഉം അവയുടെ ഗുണനഫലം 40ഉം ആയാൽ ആ സംഖ്യകളുടെ വിൽക്രമത്തിന്റെ തുക എന്ത്? അതാണ് ശരിക്കുള്ള വരേണ്ടത്. ചോദ്യം അങ്ങനെയായിരിക്കും അവർ ഉദ്ദേശിക്കുക. കാരണം ഇങ്ങനെ ഒരു ചോദ്യത്തില് ചെയ്യാനുള്ളത് അതായിരിക്കും. വാട്ട് ഇസ് ദ റെസിപ്രോക്കൽ? സം ഓഫ് ദെയർ റെസിപ്രോക്കൽസ്. If the sum of two numbers is 13 and the product is 40, what is the sum of their reciprocals?
ഇംഗ്ലീഷ് ക്വസ്റ്റിനെ അതുപോലെ മാറ്റുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്ക് ആണ്. സം ഓഫ് ദ റെസിപ്രോക്കൽസ് ആണ് തുകയുടെ വിൽക്രമം. വിൽക്രമത്തിന്റെ തുക എന്നുള്ളതാണ് കറക്റ്റ് വരുന്നത്. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലായിരുന്നു വെച്ചാൽ അങ്ങനെയാണ് ആയിരിക്കുക. ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 13 ആൻഡ് ദ പ്രോഡക്റ്റ് ഈസ് 40. വാട്ട് ഈസ് ദ സം ഓഫ് ദെയർ റെസിപ്രോക്കൽസ്? ആ ദെയർ പറയുന്നത് ദേ റെഫർ ടു ദ നമ്പേഴ്സ്. ഇവിടെ മലയാളത്തിൽ എഴുതുമ്പോൾ അങ്ങനെ എഴുതണമായിരുന്നു, അവയുടെ വിൽക്രമത്തിന്റെ തുക. ക്ലിയർ ആയോ ചോദ്യം? നല്ലൊരു ചോദ്യമാണ്, ചെയ്യാൻ അത്ര ഭയങ്കര എളുപ്പമാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? മനസ്സിലായി മാഡം. മനസ്സിലായി. അപ്പൊ അതിൽ ആ ക്വസ്റ്റ്യനിലുള്ള ചെറിയൊരു ആബ്സ്ട്രാക്ട്നെസ് മനസ്സിലാക്കിക്കോ. അത് നേരെ ഇംഗ്ലീഷിൽ നിന്ന് നോക്കി നോക്ക്. എ ബി ബൈ എ പ്ലസ് ബി എങ്ങനെ നിൽക്കുക? എ പ്ലസ് ബി ബൈ എ ബി